നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വി ഗോവിന്ദൻ അവസാനം ഗതികെട്ട് പിണറായിക്ക് മുന്നിൽ സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുമോ? അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നാണ് CPM നേതാക്കൾ പലരും പറയുന്നത്. പിണറായിയുമായി തെറ്റാൻ തോന്നിയ നിമിഷത്തെ വി ഗോവിന്ദൻ സ്വയം ശപിക്കുന്നുണ്ടാകുമെന്ന് ചിലർ പറയുന്നു. MA ബേബിയുടെയും മറ്റു നേതാക്കളുടെയും കൂടെ ചേർന്ന് പിണറായിക്കെതിരെ പടവാളിളക്കുമ്പോൾ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് സംസ്ഥാന സെക്രട്ടറി സ്വപ്നേബി കരുതിയിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. പിണറായിക്കെതിരെ ഒരു ഐക്യനിര രൂപപ്പെടുത്തിയെടുക്കാൻ MA ബേബിയുടെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം തകൃതിയായി നടന്നിരുന്നു. എന്നാൽ പിണറായി ആരാമോൻ ഇതെല്ലാം നേരത്തെ കണ്ടറിഞ്ഞ് ഒരു മുഴം മുമ്പേ എറിഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയായ വി ഗോവിന്ദനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി MA ബേബി കൂടെ കൂട്ടി എന്ന ഒരു വിശ്വാസം പിണറായിക്കുണ്ട്. അങ്ങനെയാണ് തനിക്കെതിരെയുള്ള ചില നീക്കങ്ങൾ പാർട്ടിയിൽ ശക്തമാകുന്നതെന്നും പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാൻ ഈ പിണറായി വിരുദ്ധ നേതാക്കൾ തയ്യാറെടുത്തു. വി ഗോവിന്ദന്റെ പാംപ്ലാനി വിരുദ്ധ പ്രസ്താവനയൊക്കെ അതിൻ്റെ ഭാഗമാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞത് മൂന്നാം പിണറായി സർക്കാർ വരാതിരിക്കാനാണ് വി ഗോവിന്ദൻ പാംപ്ലാനിയെ പോലുള്ള കത്തോലിക്ക ബിഷപ്പുമാർക്കെതിരെ തിരിയുന്നതെന്ന്. അത് സത്യമാണെന്ന് ഏറെക്കുറെ പിണറായി വിജയനും അറിയാം. തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലം തൊടിയിക്കാതിരിക്കാൻ CPMലെ ഒരു വലിയ ലോബി ശ്രമിക്കുന്നുണ്ട്. അത് ഒരു കാലത്ത് പിണറായി വെട്ടിനിരത്തിയ ലോബി തന്നെയാണ്. വി ഗോവിന്ദനും MA ബേബിയും അവരുമായി ചേർന്ന് പിണറായിക്കെതിരെ നീങ്ങുകയാണെന്നുള്ള ഒരു ധാരണ പിണറായി വിജയന്റെ മനസ്സിൽ രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് CPM നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. ഏതായാലും തനിക്കെതിരെ എന്ത് നീക്കങ്ങളുണ്ടായാലും ഒരു മല പോലെ നിന്നതിനെ തടയാൻ കഴിയുന്നയാളാണ് പിണറായി വിജയൻ. EP ജയരാജൻ പിണറായി വിജയനോടൊപ്പം ചേർന്നാൽ പിന്നെ വി ഗോവിന്ദനടക്കം എല്ലാവരും പാർട്ടിയിൽ തവിട് പൊടിയാകുമെന്നും CPM നേതാക്കൾക്കറിയാം. ഏതായാലും പിണറായിക്കെതിരെ ചില ശക്തമായ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന് PBക്കും PBയിലെ മറ്റംഗങ്ങൾക്കും മലയാളികളല്ലാത്ത അംഗങ്ങൾക്കും എല്ലാം അറിയാം. അവർ എന്ത് നടക്കട്ടെ എന്ന് നോക്കിയിരിക്കുകയാണ്. അടുത്ത തവണ CPMന് ഭരണം ലഭിച്ചാൽ, ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചാൽ പിന്നെ പൂർണ്ണമായും പിണറായിയുടെയും പിണറായിയുടെ സംഘത്തിൻ്റെയും കയ്യിൽ പാർട്ടിയും ഭരണവും അമരുമെന്നും അതോടുകൂടി ഈ സംവിധാനം കേരളത്തിൽ ഇല്ലാതായി പോകുമെന്നും ബംഗാൾ പോലെയാകും കേരളമെന്നും ഇവർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അടുത്ത തവണ CPM ഭരണം വരാതിരിക്കാനുള്ള നീക്കമാണ് പിണറായി വിരുദ്ധ സഖ്യം നടത്തുന്നത്. അതിൽ ചില പ്രമുഖ നേതാക്കൾ ആ സഖ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടെന്നും അവരാണ് പൊളിറ്റ് ബ്യൂറോയിലും കേരളത്തിൽ നിന്ന് കളിക്കുന്നതെന്നും പിണറായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് അവരെ ഓരോരുത്തരായി പൊളിച്ചെടുക്കാനുള്ള നീക്കമാണത്രേ ഇപ്പോൾ പിണറായി നടത്തുന്നത്. തനിക്കെതിരെ നിന്ന താൻ തന്നെ കൊണ്ടുവന്ന കൈപിടിച്ചുയർത്തിയ സംസ്ഥാന സെക്രട്ടറി തനിക്ക് നേരെ നീങ്ങുന്നുവെന്ന സംശയം തോന്നിയപ്പോൾ പിണറായി കൃത്യമായി കാര്യങ്ങൾ നീക്കി. അങ്ങനെയാണത്രേ അദ്ദേഹത്തിൻ്റെ മകനെതിരെ, ഗോവിന്ദൻ്റെ മകനെതിരെ ചില ആരോപണങ്ങൾ ഒരു ചെന്നൈ വ്യവസായി ഉയർത്തിയത്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും വസ്തുതകളിലേക്കും ഇനിയും പോകേണ്ടതുണ്ട്. പക്ഷേ CPMലെ വിഭാഗീയതയും ഈ ആരോപണങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് കരുതുന്നവരാണ് ഏറെയും. അതുകൊണ്ട് ഇപ്പോൾ വി ഗോവിന്ദൻ സ്വയം ശപിക്കുന്നുണ്ടാകണം. എപ്പോഴാണ് തനിക്ക് പിണറായിയോട് ഇടയാൻ തോന്നിയത്? പിണറായിയോട് ഇടഞ്ഞ് പിന്നെ CPMൽ നിൽക്കുക എന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിനും എളുപ്പമാണ് കടലിൻ്റെ മുകളിൽ കൂടി നടക്കുക എന്നാണ് ചില CPM നേതാക്കൾ രഹസ്യമായി പറയുന്നത്. ഏതായാലും പിണറായി വിജയനോട് ഏറ്റുമുട്ടാനും പിണറായി വിരുദ്ധ ചേരിയുടെ ഭാഗമാകാനും തോന്നിച്ച സമയത്തിന് വി ഗോവിന്ദൻ ഇപ്പോൾ സ്വയം ശപിക്കുന്നുണ്ടാകുമെന്നാണ് ചില നേതാക്കൾ രഹസ്യമായി നമ്മളോട് പറഞ്ഞത്.